വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ വില്യം ബ്ലേക്ക് എഴുതിയിട്ടുള്ള ലാഫിംഗ് സോങ് എന്ന ഒരു പോമാണ്. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ് ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ വെൻ ദ എയർ ഡസ് ലാഫ് വിത്ത് അവർ മേരി വിറ്റ് ആൻഡ് ദ ഗ്രീൻ ഹിൽ ലാഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയാണ്. ഫസ്റ്റ് സ്റ്റാൻസിൽ ബ്ലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നേച്ചർ എങ്ങനെയാണ് നല്ല സന്തോഷത്തിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഹൗ നേച്ചർ ലുക്ക് ഫുൾ ഓഫ് ജോയ്. അദ്ദേഹത്തിന് നേച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് അതെല്ലാം ഹാപ്പിയായി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ദ ഗ്രീൻ വുഡ്സ് സീംസ് ടു ലാഫ്. ഗ്രീൻ വുഡ്സ് ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ദ ലിറ്റിൽ സ്ട്രീം ഷൈൻസ് ആൻഡ് മൂവ് ഹാപ്പിലി. ആ ചെറിയ പോയ നല്ല ഷൈനായിട്ട് നല്ല ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ദ എയർ ഫീൽസ് ലൈറ്റ് ആൻഡ് ചിയർഫുൾ. എയർ ആണെങ്കിൽ നല്ല ലൈറ്റ് ആൻഡ് ചിയർഫുൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഈവൻ ദ ഗ്രീൻ ഹിൽസ് സീംസ് ടു ലാഫ് അലോങ് വിത്ത് ദ ഹാപ്പിനെസ് അറൗണ്ട് ദം. ഹിൽസ് ആണെങ്കിലും കാണുന്നത് നല്ല സന്തോഷത്തിലാണ്. ചുറ്റുപാടുള്ള കാര്യത്തിലൊക്കെ അത് നല്ല ഹാപ്പി ആയിട്ട് അതും സന്തോഷത്തിലാണ് കാണപ്പെടുന്നത്. ദ ഹോൾ സീൻ ഓഫ് നേച്ചർ ലുക്സ് എലൈവ് വിത്ത് ലാഫ്റ്റർ. നേച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല ജീവൻ തുടിക്കുന്നത് പോലെ നല്ല സന്തോഷത്തിലായിട്ടാണ് ഇവിടെ പോയിട്ടെന്ന് തോന്നുന്നത്. ഇതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസിലൂടെ പറയുന്നത്. When the meadows laugh with lively green and the grasshopper laugh in the merry scene. When Mary and Susan and Emily with their sweet round mouth sing ha ha ha. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് മെഡോസും ഹാപ്പിയാണ്. അതിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഗ്രീൻ കളറും നല്ല ലൈവ്ലി ആണ്. അവർ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. പിന്നീട് പറയുന്നത് ഗ്രാസ് ഹോപ്പറിനാണ്. അതും അതിൻ്റെ സൗണ്ടിലൂടെ എല്ലാ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. പിന്നീട് പോയിട്ട് ഒരു 3 കുട്ടികളെ പറയുന്നുണ്ട്, മേരി, സൂസൻ, എമിലി. അവരും എന്ത് ചെയ്യുന്നുണ്ട്, അവരും സന്തോഷത്തോടെ പാട്ട് പാടുന്നുണ്ട്. അവരുടെ സ്വീറ്റ് വോയിസിൽ അവർ ചിരിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്. ദർ ഇന്നസെൻറ്റ് ലാഫ്റ്റർ ജോയിൻ വിത്ത് ദ ജോയ് ഓഫ് നേച്ചർ. അപ്പോൾ അവരുടെ സന്തോഷവും പ്രകൃതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടെന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. When the painted birds laugh in the shade, our table with cherries and nuts is spread. Come live and be merry and join with me to sing the sweet chorus of ha ha ha. തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ട് മരത്തിൻ്റെ ഷെയ്ഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ടേബിളും ഫുള്ളായിട്ട് സിമ്പിൾ ഫുഡ് ഐറ്റംസ് ഉണ്ട്, ലൈക്ക് ചെറീസ്, നട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ പോയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരോടും നേച്ചറിൻ്റെ പാർട്ടായിട്ട് നന്നായി സന്തോഷിക്കാനും ആ സന്തോഷം പ്രകടിപ്പിക്കാനൊക്കെയാണ് പോയിട്ട് പിന്നെ പറയുന്നത്. ദിസ് ഷോ ദാറ്റ് നേച്ചർ, ചിൽഡ്രൻ ആൻഡ് പീപ്പിൾ ടുഗെദർ ഷെയർ ദ സെയിം ഹാപ്പിനെസ്. ഇതിലൂടെയൊക്കെ പോയിട്ട് പറയുന്നത് നേച്ചറായാലും ചിൽഡ്രൻ ആയാലും പീപ്പിൾ ആയാലും എല്ലാവരും ഷെയർ ചെയ്യുന്നത് സെയിം ഹാപ്പിനെസ് ആണ്. അവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് ആസ്വദിക്കുന്നത് എല്ലാം സെയിം ഹാപ്പിനെസ് ആണെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഈ പോയത്തിലൂടെ ബ്ലേക്ക് പറയുന്നത് പീപ്പിൾ മാത്രമല്ല, ആളുകൾ മാത്രമല്ല സന്തോഷിക്കുന്നത്. ട്രീസ് ആയാലും പുഴകളായാലും ഫീൽഡും ബേർഡ്സും ചെറിയ ഇൻസെക്ട്സ് പോലും അവരും സന്തോഷിക്കുന്നുണ്ട്. കുട്ടികളുടെ ആ ഇന്നസെൻസ്, അവരുടെ ആ സന്തോഷവും അതും നേച്ചറിൻ്റെ സന്തോഷമൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. രണ്ടും പ്യുവറാണ്, ഇന്നസെൻ്റാണ്. ഇത് രണ്ടും കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് പീസ് ആൻഡ് ജോയ് ആണ്. വേൾഡിൽ മൊത്തമായിട്ട് പീസ് ആൻഡ് ജോയ് ആണെന്നാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ചെറിയൊരു പോയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.